എല്ലാവർക്കും നിതിൻസ് ഗരാജിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് നോക്കുന്നത് നെക്സോൺ EV പ്രൈമിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇത് മിക്കവർക്കും അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയായിരിക്കും. അറിയത്തില്ലാത്തവർക്ക് എൻ്റെ ഈ വീഡിയോ ഉപകാരപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഡ്രൈവർ സൈഡിലെ ഡാഷ്ബോർഡിൻ്റെ താഴെ ഇങ്ങനെ ഒരു ലിവറുണ്ട്. ആ ലിവർ മേൽപോട്ട് പൊക്കി കഴിയുമ്പോഴാണ് നമ്മുടെ ബോണറ്റ് തുറന്നു വരുന്നത്. ബോണറ്റിൻ്റെ സെൻറ്ററിലായിട്ട് ഇങ്ങനെ ഒരു ലിവർ കാണാം. ആ ലിവർ നമ്മൾ ലെഫ്റ്റ് സൈഡിലോട്ട് നീക്കി കഴിയുമ്പോഴാണ് നമ്മുടെ ബോണറ്റ് നമുക്ക് തുറക്കാൻ പറ്റുന്നത്. ഒരുമാതിരിപ്പെട്ട വണ്ടികൾക്കെല്ലാം ഈ രീതിയിലാണ് തുറക്കുന്നത്. നമുക്ക് നെക്സോൺ EV പ്രൈമിൻ്റെ എൻജിൻ റൂം ഒന്ന് പരിചയപ്പെടാം. നമുക്ക് ഒരുപാട് കാര്യങ്ങളൊന്നും ചെയ്യാനൊന്നും ഇല്ലെങ്കിലും എവിടെയെങ്കിലും വെച്ച് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടാവുകയാണെങ്കിൽ നമുക്ക് കാര്യങ്ങൾ അറിഞ്ഞിരിക്കുകയാണെങ്കിൽ കുറച്ച് എളുപ്പമുണ്ടല്ലോ. ഇത് അറിയാവുന്നവർ ഒരുപാട് പേര് കാണുമായിരിക്കും. അറിയത്തില്ലാത്തവർക്ക് എൻ്റെ ഈ വീഡിയോ ഉപകാരപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു. എൻജിൻ റൂമിൻ്റെ ഇടതുവശത്ത് കാണുന്ന ഈ സ്റ്റാൻഡ് ഉപയോഗിച്ചാണ് എൻജിൻ റൂമിൻ്റെ കവർ നമ്മൾ പൊക്കി നിർത്തുന്നത്. വണ്ടിയുടെ ഇടതുവശത്തുനിന്ന് തുടങ്ങുകയാണെങ്കിൽ ആദ്യം കാണുന്നതാണ് ബ്രേക്ക് ഫ്ലൂയിഡ് ടാങ്ക്. ബ്രേക്ക് ഫ്ലൂയിഡ് ടാങ്കിൻ്റെ സൈഡിലായിട്ട് അതിൻ്റെ ലെവൽസ് മാർക്ക് ചെയ്തിട്ടുണ്ട്. ബ്രേക്ക് ഫ്ലൂയിഡ് ടാങ്കിൽ എന്തെങ്കിലും രീതിയിൽ ഫ്ലൂയിഡിന് കുറവുണ്ടെങ്കിൽ അത് നമ്മുടെ വണ്ടിക്കകത്ത് ഹാൻഡ് ബ്രേക്കിൻ്റെ ലൈറ്റിൻ്റെ ഇൻഡിക്കേഷനായിട്ട് കാണിക്കും. അപ്പോൾ ഒന്ന് നോക്കിയിട്ട് അത് ടോപ്പപ്പ് ചെയ്യേണ്ടതാണെങ്കിൽ അത് സ്പെസിഫിക് ആയിട്ടുള്ള ബ്രേക്ക് ഫ്ലൂയിഡ് വെച്ച് ടോപ്പപ്പ് ചെയ്യുക. അടുത്തതായിട്ടുള്ളത് 2 കൂളൻ ടാങ്കാണ്. നെക്സോൺ EVക്ക് എല്ലാം തന്നെ 2 കൂളൻ ടാങ്ക് ഉണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ഇതിനകത്തിൻ്റെ സൈഡിൽ അതിൻ്റെ ലെവൽസ് മാർക്ക് ചെയ്തിട്ടുണ്ട്. നമുക്കകത്ത് ഓവർ ഹീറ്റ് വാണിംഗ് ഒക്കെ കാണിക്കുകയാണെങ്കിൽ ഈ ലെവൽസ് നോക്കുക. കുറവുണ്ടെങ്കിൽ അത് ആ സ്പെസിഫിക് ആയിട്ടുള്ള കൂളൻ്റ് വെച്ച് തന്നെ സർവീസ് സെൻറ്ററിൽ പോയി ടോപ്പപ്പ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഏറ്റവും നല്ലത്. അല്ലെങ്കിൽ ആ സ്പെസിഫിക് ആയിട്ടുള്ള കൂളൻ്റ് വെച്ച് തന്നെ ടോപ്പപ്പ് ചെയ്യുക. ഓടി വരുമ്പം ഒരു കാരണവശാലും ഇത് തുറന്നു നോക്കല്. കാരണം ചൂട് കാണും, അത് പ്രഷറൈസ്ഡും ആണ്. നമ്മുടെ ദേഹത്തോട്ട് തെറിച്ച് നമുക്ക് പൊള്ളലേക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അടുത്തത് വണ്ടിയുടെ ഹെഡ്ലൈറ്റാണ്. ഹെഡ്ലൈറ്റിൻ്റെ ഒരു ബൾബ് എപ്പോഴും എല്ലാവരും കയ്യിൽ കരുതുക. ഫ്യൂസായി കഴിഞ്ഞാൽ മാറേണ്ട രീതി ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തേക്കാം. ഈ കാണുന്നതാണ് വണ്ടിയുടെ ലോ വോൾട്ടേജ് ബാറ്ററി, അല്ലെങ്കിൽ ഓക്സിലറി ബാറ്ററി എന്ന് പറയും. ഈ ബാറ്ററിയാണ് ടാറ്റ ഒഫീഷ്യലായിട്ട് പറഞ്ഞില്ലെങ്കിലും ടാറ്റ സർവീസ് സെൻറ്ററിൽ നിന്ന് നമുക്ക് പരിചയമുള്ളവരിൽ നിന്നൊക്കെ കിട്ടുന്ന ഇൻഫർമേഷൻ പ്രകാരം ഈ നെഗറ്റീവ് ടെർമിനലിൽ 10ൻ്റെ സ്പാനർ വെച്ച് ഊരിയിട്ട് കഴിഞ്ഞാൽ ചെറിയ എറേഴ്സൊക്കെ ആണെങ്കിൽ ഒരു 10-20 മിനിറ്റ് ഊരിയിട്ട് കഴിഞ്ഞിട്ട് റീകണക്ട് ചെയ്യുമ്പോഴത്തേന് ക്ലിയർ ആകുന്നതാണ്. ഇതാണ് വണ്ടിയുടെ വിൻഷീൽഡ് വാഷറിൻ്റെ ടാങ്ക്. നമുക്ക് വണ്ടിക്ക് 2 ഫ്യൂസ് ബോക്സ് ആണുള്ളത്. ഒന്ന് ഈ എൻജിൻ റൂമിനകത്ത് കാണുന്ന ഈ ഫ്യൂസ് ബോക്സും, ഒന്ന് ഡ്രൈവറിൻ്റെ റൈറ്റ് സൈഡിൽ താഴെയായിട്ട് വേറൊരു ഫ്യൂസ് ബോക്സും ഉണ്ട്. ഈ ഫ്യൂസ് ബോക്സ് അല്ല കണ്ടോ, ഇതിൻ്റെ ബോക്സ് കവറല്ല കറക്റ്റായിട്ട് ഏത് ഫ്യൂസിൻ്റെ ആണെന്നുള്ളത് സ്പെസിഫിക് ആയിട്ട് അവർ ലേബൽ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ ഒരു പാടുമില്ല. കറക്റ്റായിട്ട് നമുക്കത് ഐഡൻറ്റിഫൈ ചെയ്തെടുക്കാൻ പറ്റും. ഏത് ഫ്യൂസാണ് ഏതാണ് പോയതെന്ന് നമുക്ക് കൃത്യം മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ തന്നെ ഈ ഒരു മഞ്ഞ ടാഗ് കണ്ടോ, അതാണ് ആക്സിഡൻറ്റ് ഡിസ്കണക്റ്റ് എന്ന് പറഞ്ഞ് കൊടുത്തേക്കുന്നത്. നമുക്ക് എന്തെങ്കിലും ഒരു മേജർ ആക്സിഡൻ്റ് ഒക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ ഫ്യൂസിൽ നിന്ന് ഇത് പുൾ ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ വണ്ടിയുടെ ബാക്കി ഇലക്ട്രിക്കൽ ഐറ്റംസ് എല്ലാം ഡിസ്കണക്റ്റ് ആവുമെന്നാണ് അവർ മാനുവലിൽ പറഞ്ഞേക്കുന്നത്. ഇതിൻ്റെ പേരാണ് ആക്സിഡൻറ്റ് ഡിസ്കണക്റ്റ്. പിന്നെ ഈ ബാക്കിലുള്ള ഫ്യൂസാണ് സ്പെയർ ഫ്യൂസ്. ആ ഒരു ഫ്യൂസാണ് സ്പെയർ ഫ്യൂസ്. ഫ്രണ്ടിലത്തെ ഏതെങ്കിലും ബ്ലോൺ ഔട്ട് ആയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സ്പെസിഫിക് ആയിട്ടുള്ള റേറ്റിംഗ് വെച്ചിട്ടുള്ളത് വെച്ച് റീപ്ലേസ് ചെയ്യുക. പിന്നെ നമുക്ക് ആ ഫ്യൂസ് എല്ലാം എടുക്കാൻ വേണ്ടി ഒരു പുള്ളർ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. ഇതാണ് ഫ്രണ്ടിലത്തെ അകത്തേതും പുറത്തേതും എടുക്കാൻ വേണ്ടി ഈ ഒരു പുള്ളറേ ഉള്ളൂ. പിന്നെ ഇനി അടുത്തതായിട്ടുള്ളതാണ് സർവീസ് ഡിസ്കണക്റ്റ് എന്ന് പറഞ്ഞ സാധനം. അത് സർവീസ് സെൻ്ററുകാർ വണ്ടി സർവീസ് ചെയ്യുന്ന സമയത്ത് ഊരിയിടുന്നതാണ്, വണ്ടിയുടെ ഇലക്ട്രിക്കലായിട്ടുള്ള അവർക്ക് സേഫ്റ്റിക്ക് വേണ്ടി. നമ്മുടെ എൻജിൻ റൂമിലെ ഫ്യൂസ് ബോക്സ് പോലെ തന്നെ അകത്തുണ്ടെന്ന് പറഞ്ഞ ഫ്യൂസ് ബോക്സ് ഡ്രൈവർ സൈഡിലാണ് ഇരിക്കുന്നത്. ആ കവർ ഇതുപോലെ പുൾ ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഫ്യൂസും റിലേസും ഒക്കെ ഇരിക്കുന്നത് കാണാം. ആ വെള്ള കളറിലുള്ളതാണ് OBD സ്കാനർ. ആ സ്കാനറെ കണക്ട് ചെയ്തിട്ടാണ് ടാറ്റ നമ്മുടെ വണ്ടിയുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം കളക്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെയും കവറയിൽ മറ്റേതുപോലെ തന്നെ ഡീറ്റെയിൽസ് ലേബൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഏതിൻ്റെ ആ ഫ്യൂസ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമുക്ക് നെക്സോൺ EVയുടെ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ ഒന്ന് പരിചയപ്പെടാം. ആദ്യം കാണുന്ന എനർജി ഫ്ലോ എന്ന് പറയുന്നത് നമ്മുടെ ബാറ്ററിയിൽ നിന്ന് മോട്ടറിൽ നിന്ന് ബാറ്ററിയിലോട്ടും പോകുന്നതിൻ്റെ ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ എന്ന് മാത്രമേ ഉള്ളൂ. ട്രിപ്പ് A, ട്രിപ്പ് B എന്ന് പറഞ്ഞ ഓപ്ഷനുണ്ട്.
അതിനകത്ത് ട്രിപ്പ് നമുക്ക് റീസെറ്റ് ചെയ്യാൻ വേണ്ടി നമ്മുടെ സ്റ്റിയറിങ്ങിൻ്റെ റൈറ്റ് സൈഡിലുള്ള ആ കീയിൽ ഒരു ടിക്ക് എംബ്ലം കാണും. അത്തേലൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഒന്നും കൂടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ട്രിപ്പ് എ ട്രിപ്പ് ബി റീസെറ്റ് ആവും. അത് ട്രിപ്പ് ബിയുടെ കാര്യത്തിലും അങ്ങനെ തന്നെ. അടുത്തത് റീജിയൻ ലെവൽ സെലക്ഷനാണ്. അത് ഡീഫോൾട്ടായിട്ട് ലെവൽ 1 നമ്മൾ വണ്ടി സ്റ്റാർട്ടാക്കി കഴിയുമ്പോൾ കിടക്കുന്നത്. നമുക്കത് മാറ്റാൻ വേണ്ടി ആ റൈറ്റ് സൈഡിലുള്ള അതിനകത്തൊരു ടിക്ക് ബട്ടൺ ഉണ്ട്. ആ ടിക്ക് ബട്ടൺ ഒന്ന് ഞെക്കുക, അന്നേരം നമുക്ക് സെലക്ഷൻ ആക്ടിവേറ്റ് ആവും. പിന്നെ ആരോക്ക് ലെഫ്റ്റിലോട്ടാണോ റൈറ്റിലോട്ടാണോ എന്ന് നോക്കിയിട്ട് അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് മാറും, ലെവൽ സെലക്ഷൻ മാറും. ഓഫാക്കാനും നമുക്ക് പറ്റും. നമ്മുടെ ആദ്യത്തെ മാക്സിൽ സെൻട്രൽ കൺസോളിലാണ് റീജിയൻ സെലക്ഷൻ വരുന്നത്. പുതിയ ഫേസ് ലിഫ്റ്റിൽ പാഡിൽ ഷിഫ്റ്റ് ആയിട്ടാണ് റീജിയൻ സെലക്ഷൻ വരുന്നത്. അടുത്തത് ക്രൂയിസ് കൺട്രോളാണ്. ക്രൂയിസ് കൺട്രോൾ ആക്ടിവേറ്റ് ആകണമെന്നുണ്ടെങ്കിൽ വണ്ടി 30 കിലോമീറ്റർ സ്പീഡിലായിരിക്കണം. അത് പ്രൈമിൽ നമുക്ക് ഈ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിൽ നോക്കിയിട്ട് നമുക്കത് ആക്ടിവേറ്റ് ചെയ്യാനും ഡീആക്ടിവേറ്റ് ചെയ്യാനും ഒക്കെ പറ്റത്തുള്ളൂ. അതും ഈ റൈറ്റ് സൈഡിൽ തന്നെ കീ ഉപയോഗിച്ച് ടിക്ക് കൊടുക്കുക. ക്രൂയിസ് ഓൺ ആക്കണമെങ്കിൽ ഒന്നും കൂടെ ടിക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ആ ഡിസൈഡ് സ്പീഡിൽ അത് സെറ്റ് ആയിക്കോളും. മാക്സിന് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഈ സ്റ്റിയറിങ്ങിൻ്റെ റൈറ്റ് സൈഡിലെ ആ ബട്ടണിൽ തന്നെയാണ്. ഫേസ് ലിഫ്റ്റിനും അവിടെ തന്നെയാണ് അത് വരുന്നത്. അടുത്തത് സെറ്റിങ്സ് ആണ്. സെറ്റിങ്സ് ഇലുമിനേഷൻ, ക്ലോക്ക്, TPMS. ഇലുമിനേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പാർക്ക് ലൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ മാത്രമേ ആക്ടിവേറ്റ് ആവുള്ളൂ. അത് ഞെക്കിയിട്ട് നമുക്ക് ഇത് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. അത് കുറയ്ക്കുമ്പം വണ്ടിയുടെ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിലെ വെട്ടവും വ്യത്യാസം വരും, ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റത്തിലെ വ്യത്യാസം വരും. അടുത്തത് ക്ലോക്ക് എന്ന് പറഞ്ഞ ഓപ്ഷനാണ്. ക്ലോക്ക് എന്നുള്ള ഓപ്ഷൻ നമ്മുടെ ഇത് ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം ഓഫ് ആണെങ്കിൽ മാത്രമേ ക്ലോക്ക് ആക്ടിവേറ്റ് ആവുകയുള്ളൂ. പിന്നെയുള്ളത് TPMS റീസെറ്റാണ്. TPMS റീസെറ്റിൽ നമ്മുടെ ടയറിൻ്റെ പ്രഷർ ഇടയ്ക്ക് വേരിയേഷൻ വന്നു കഴിയുമ്പോൾ TPMS അലേർട്ട് വരുമല്ലോ. ആ TPMS അലേർട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് റീസെറ്റ് ചെയ്യാൻ വേണ്ടി വണ്ടി നിർത്തിയിട്ട് നമ്മൾ TPMS റീസെറ്റിൽ ഒന്ന് ഞെക്കുക. എന്നിട്ട് ഒന്നും കൂടെ ഞെക്കി കഴിയുമ്പം ഈ താഴെ ഒരു കണ്ടോ ഒരു സിമ്പൽ വരുന്ന ആ സിമ്പൽ ബ്ലിങ്ക് ചെയ്ത് കെട്ട് കഴിയുമ്പോൾ റീസെറ്റ് ആയെന്നാണ് അർത്ഥം. ആ ലൈറ്റാണ് നമ്മുടെ TPMS ടയറിനകത്ത് ഏതിനകത്തെങ്കിലും കാറ്റിൻ്റെ വ്യത്യാസം വന്നു കഴിഞ്ഞാൽ ബ്ലിങ്ക് ചെയ്യുന്നതും ആ ലൈറ്റ് തന്നെയാണ്. സ്റ്റിയറിങ്ങിൻ്റെ ലെഫ്റ്റ് സൈഡിലുള്ള ബട്ടൺ ഇത് സോഴ്സ് സെലക്ട് ചെയ്യാൻ, ബ്ലൂടൂത്ത് ആണോ USB ആണോ അതോ FM ആണോ എന്നുള്ളത് സെലക്ട് ചെയ്യാൻ. ഇത് കോൾ എടുക്കാനും നമുക്ക് വോയിസ് കമാൻഡ് കൊടുക്കാനായിട്ടുള്ള ബട്ടൺ. ഇത് നമ്മുടെ പാട്ട് മ്യൂട്ട് ചെയ്യാനും കോൾ കട്ട് ചെയ്യാനായിട്ടുള്ള ബട്ടൺ. ഇത് വോളിയം അപ്പ് ആൻഡ് ഡൗൺ. ഇത് സെലക്ഷൻ, ലെഫ്റ്റിലോട്ടും റൈറ്റിലോട്ടും നമുക്ക് സെലക്ഷന് വേണ്ടിയുള്ളത്. അടുത്തത് വൈപ്പറിൻ്റെ നോബാണ്. വൈപ്പറിൻ്റെ നോബ് ഒന്ന് മുകളിലോട്ട് പൊക്കിക്കഴിഞ്ഞാൽ വൈപ്പർ ഇൻ്റർമിറ്റൻ്റ് ആയിട്ട് വർക്ക് ചെയ്യും. ഒന്നും കൂടെ ഇട്ട് കഴിഞ്ഞാൽ വൈപ്പർ കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്യും. ഒന്നും കൂടെ ഇട്ട് കഴിഞ്ഞാൽ വൈപ്പർ ഫാസ്റ്റായിട്ട് വർക്ക് ചെയ്യും. ഈ കാണുന്നത് ഇൻ്റർമിറ്റൻറ്റ് വൈപ്പറിൻ്റെ സെറ്റിംഗ് ആണ്. ഇത് കൂട്ടിയിട്ട് കഴിഞ്ഞാൽ വൈപ്പറിൻ്റെ ഓണാകുന്ന ഡിലേ കൂടിയിരിക്കും. ഇതിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് വൈപ്പർ ഓണാകുന്നതാണ്. ഇത് താഴോട്ടൊന്ന് താത്ത് കഴിഞ്ഞാൽ വൈപ്പർ ഒരു പ്രാവശ്യം ഓണായിട്ട് നിൽക്കും. ഇത് ഒന്ന് പുള്ളി ചെയ്ത് കഴിഞ്ഞാൽ വെള്ളവും വൈപ്പറും കൂടെ ഓണാവും. ഇത് റിയർ വൈപ്പർ ഒരു പ്രാവശ്യം നമ്മൾ ഞെക്കി പിടിക്കുകയാണ്, വെള്ളവും ഇതും കൂടെ വീഴും, ഓട്ടോമാറ്റിക്കലി ഓഫ് ആവുകയും ചെയ്യും. ഇത് ഓണാക്കി കഴിഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ട് ബാക്കിലത്തെ വൈപ്പർ വർക്ക് ചെയ്യും. ഇതൊന്ന് തിരിച്ചു പിടിക്കുകയാണെങ്കിൽ വെള്ളവും കൂടെ വരും. പിന്നെ നമ്മൾ ഫ്രണ്ടിലത്തെ വൈപ്പർ ഇട്ടിട്ട് റിവേഴ്സ് എടുക്കുകയാണെങ്കിൽ ബാക്കിലത്തെ റിയർ വൈപ്പറും ഓട്ടോമാറ്റിക്കലി ഓണാകുന്നതാണ്. ഹെഡ്ലൈറ്റിന് സ്വിച്ച് ഒന്നിട്ട് കഴിഞ്ഞാൽ പാർക്ക് വർക്ക് ചെയ്യും, രണ്ടിട്ട് കഴിഞ്ഞാൽ ഹെഡ്ലൈറ്റ് വർക്ക് ചെയ്യും. ഇത് താഴോട്ട് കാത്തു കഴിഞ്ഞാൽ ബ്രൈറ്റ് ആവും, മേളിലോട്ട് ഞെക്കിക്കഴിഞ്ഞാൽ ഡിം ആവും. ഇത് ഹെഡ്ലൈറ്റിൻ്റെ, അതായത് നമ്മുടെ ഡിം ലൈറ്റിൻ്റെ ഹൈറ്റ് അഡ്ജസ്റ്റിങ് സാധനമാണ്. 0 എന്ന് പറഞ്ഞാൽ ഏറ്റവും ലെവലിലായിട്ട് മുമ്പോട്ട് നിൽക്കും. 3 ഇട്ട് കഴിഞ്ഞാൽ ഏറ്റവും താന്ന് വരും ലൈറ്റ്. നമ്മുടെ വണ്ടിയുടെ ബോർഡിൽ സ്റ്റെപ്പിനിയുടെ മണ്ടയിലായിട്ടാണ് നമ്മുടെ ജാക്കിയുടെ ലിവർ, ടോയിങ്ങിൻ്റെ റോഡ്, അതുപോലെ 10-ൻ്റെ സ്പാനർ മുതലായവ ഇരിക്കുന്നത്.
നമ്മൾ ചെറിയ സ്ക്രൂ ഡ്രൈവറിൻ്റെ സഹായത്തോടെ നമുക്ക് ഈ ലോക്ക് ഊരിയെടുക്കാം. ലോക്ക് ഊരിയതിന് ശേഷം നമ്മൾ ഇതുപോലെ ടോയിങ്ങിൻ്റെ റോഡ് പിടിപ്പിച്ച് വെക്കുക. അത് ടൈറ്റ് ചെയ്യാൻ വേണ്ടി നമ്മുടെ വീൽ സ്പാനറിൻ്റെ ജാക്കിയുടെ ആ ലിവർ എടുത്ത് പിടിച്ച് ടൈറ്റ് ചെയ്താൽ മതി. നെക്സോൺ EVയുടെ ചാർജിങ് ഗണ്ണിൻ്റെ ബാക്കിലായിട്ട് ആക്ച്വേറ്റർ വരുന്ന ഭാഗമാണ് ഈ കാണുന്നത്. പഞ്ചിന് ഫ്രണ്ടിലാന്ന് മാത്രമേ ഉള്ളൂ. ഇത് ഞാൻ ചെളി കയറാതിരിക്കാൻ ഒരു 3D മാറ്റ് വെച്ച് കവർ ചെയ്ത് വെച്ചേക്കുന്നതുകൊണ്ടാണ് ഇവിടെ ഇത്രയും ക്ലിയർ ആയിട്ടിരിക്കുന്നത്. നമ്മുടെ വണ്ടിയുടെ ചാർജിങ് ഗണ്ണ് നമ്മൾ പല രീതിയിലും നോക്കിയിട്ട് ഊരിപ്പോയിരുന്നില്ലെങ്കിൽ ലാസ്റ്റ് നമ്മുടെ ആക്ച്വേറ്ററിൻ്റെ സൈഡിലായിട്ട് ഇങ്ങനെ ഒരു ലിവർ കാണും. അത് നമ്മൾ താഴോട്ടോ മേളിലോട്ടോ അനക്കി കഴിയുമ്പോൾ അത് ഊരിപ്പോരും. എല്ലാ വണ്ടിയിലും അത്യാവശ്യമായിട്ട് വേണ്ട ഒരു സാധനമാണ് ടോയിങ് റോപ്പ്. ഞാനിത് ആമസോണിൽ നിന്ന് മേടിച്ചതാണ്. ഇത് തന്നെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല, കട്ടിയുള്ള കയറായാലും മതി. ഞാൻ വണ്ടിയിൽ അടുത്ത് സൂക്ഷിക്കുന്ന ഒരു മെയിൻ സാധനം എക്സ്റ്റൻഷൻ കേബിളാണ്. അത് 20 മീറ്റർ നീളമുണ്ട്. അതിന് 2 പവർ പോയിൻ്റ് ഉണ്ട്. അതിനകത്ത് സ്വിച്ചുള്ള പവർ പോയിൻറ്റിലാണ് മെയിൻ സപ്ലൈ വരുന്നത്. അതിൻ്റെ എർത്ത് പോയിൻ്റിൽ നിന്ന് ഇപ്പുറത്തേലോട്ടൊരു എർത്ത് പോയിൻ്റ് എടുത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മെയിൻ പർപ്പസ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ വേറെ എവിടെയെങ്കിലും യാത്ര ചെയ്യുമ്പോൾ ഒന്ന് സ്ലോ ചാർജ് ചെയ്യേണ്ട ഒരു സാഹചര്യം വന്നാൽ നമ്മൾ വണ്ടി അവിടെ കുത്തി കഴിയുമ്പോൾ അവിടുത്തെ എർത്ത് പ്രോപ്പർ അല്ലെങ്കിൽ നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റാതായിപ്പോൾ ആ പ്രശ്നം ഒഴിവാക്കാൻ വേണ്ടി ഞാനൊരു 10 മീറ്റർ നീളത്തിൽ ഒരു എർത്തിങ് കേബിൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ എർത്തിങ് കേബിൾ എടുത്തിട്ട് ഇതിൻ്റെ സോക്കറ്റിലോട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മുടെ ഈ എർത്തിങ് പൈപ്പ് എടുത്ത് മണ്ണിലടിച്ച് വെച്ചിട്ട് ഇച്ചിരി വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് എർത്തും ആവും, നമ്മുടെ വണ്ടി ചാർജ് ചെയ്യാനും തുടങ്ങും. നമ്മൾ പെട്ടുപോകാതിരിക്കും അങ്ങനെയാണെങ്കിൽ. അടുത്തത് ചാർജിങ് പോർട്ടാണ്. ഈ ചാർജിങ് പോർട്ടിൻ്റെ താഴെ ഒരു ചെറിയൊരു ഹോള് കണ്ടോ? ആ ഹോള് ബ്ലോക്ക് ആയിട്ടുണ്ടോ എന്ന് ഇടയ്ക്ക് നോക്കണം. കാരണം ചില വെള്ളം അവിടെ കെട്ടി നിൽക്കും. ചാർജിങ് ഗണ്ണ് നമ്മൾ മഴയത്ത് കുത്തുന്നതിന് ഒന്നും ഒരു പ്രശ്നമില്ല. മഴ നനയാതെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിനകത്ത് വെള്ളം കയറുകയില്ല. ഇതൊക്കെ നമ്മൾ കുത്തുന്നതൊക്കെ സൂക്ഷിച്ചൊക്കെ ഹാൻഡിൽ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നിടം വരെ ബൈ.